ഇപ്പോൾ നമ്മളോടൊപ്പം വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ ആളുകൾ ചേരുകയാണ്. തിയോഫിൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഇടം. അവിടെ LDF സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാർ, ഒപ്പം തന്നെ K മുരളീധരൻ അവിടെ UDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. സുരേഷ് ഗോപി NDAയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഇടം. അങ്ങനെ ഏറ്റവും ശക്തമായ, ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് തൃശ്ശൂരിന്റെ ഈ വോട്ടെടുപ്പ് ദിനത്തിന്റെ ആദ്യ കാഴ്ചകളുമായി തിയോഫിൻ ചേരുന്നു. തിയോഫിൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? രാവിലെ തന്നെ ഇനി 18 മിനിറ്റുകൾ മാത്രമാണ് വോട്ടെടുപ്പ് തുടങ്ങാൻ ബാക്കിയുള്ളത്. ആളുകൾ ബൂത്തുകളിലേക്ക് എത്തി തുടങ്ങിയോ? മനു, തീർച്ചയായും ആളുകളുടെ തിരക്ക് ഏകദേശം കൂടി തുടങ്ങി. ആദ്യം തന്നെ പോളിംഗ് തുടങ്ങുമ്പോൾ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി നിരവധി പേർ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ ബൂത്തിന് മുന്നിലാണ്. 51 നമ്പർ ബൂത്തിന് മുന്നിലാണ്. ഇവിടെ 4 ബൂത്തുകളുണ്ട്. 51, 52, 53, 54 അങ്ങനെ 4 ബൂത്തുകളാണ്. ഈ 4 ബൂത്തുകൾ, ഒരു ബൂത്ത് നമുക്ക് തൊട്ട് പിന്നിൽ കാണുന്നു, 51 നമ്പർ ബൂത്ത്. അതിനുശേഷം തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ 3 ബൂത്തുകൾ കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലായിടത്തും മോക്ക് പോളിംഗ് ഉൾപ്പെടെ പൂർത്തിയായി കഴിഞ്ഞു. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ നമ്മളോട് അറിയിച്ചത്. എന്തായാലും വോട്ട് ചെയ്യാനുള്ള വോട്ടർമാരെല്ലാം രാവിലെ തന്നെ എല്ലായിടത്തും ബൂത്തുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിരവധി പേർ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിരവധി പേർ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ഒട്ടനവധി പേർ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശക്തമായ പോരാട്ടം, ഒരു മത്സരം. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഈ ആളുകൾ വരുന്നതിന്റെയും ബൂത്തിന്റെയും ഒക്കെ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമ്മുടെ ക്യാമറ തിരിക്കേണ്ടതുണ്ട്. തീർച്ചയായും മനു, തീർച്ചയായും ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഇവിടെ ബൂത്തിന് മുന്നിൽ വോട്ടർമാർ കാത്തിരിക്കുന്നുണ്ട്. ബൂത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മോക്ക് പോളിംഗ് കഴിഞ്ഞിട്ടുണ്ട്. വോട്ടർമാർ പുറത്ത് കാത്തിരിക്കുന്നു. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ തയ്യാറായി വന്ന വോട്ടർമാർ നിരവധി പേരുണ്ട്. അവരോട് കൂടി നമുക്ക് ചോദിക്കാം എന്താണ്. മാഡം, രാവിലെ തന്നെ എത്തിയോ? എന്താണ് രാവിലെ തന്നെ എത്ര നേരത്തെ എത്താൻ കാരണം? നമ്മൾ വൈകിക്കണ്ടെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. മാഡം, നേരത്തെ വലിയ നല്ല ചൂടല്ലേ? അതാണ് എല്ലാവരും പറയുന്നത്. തന്നെയാണ്, ചൂടായതുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ ബൂത്തുകളിലേക്ക് എത്തിയത്. വോട്ട് ചെയ്യാനായി ചൂട് കൂടുന്നതിന് മുൻപ് തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബൂത്തിലെ ആദ്യ വോട്ടറായി എത്തിയിട്ടുള്ളത് തേറമ്പിൽ രാമകൃഷ്ണനാണ്. അദ്ദേഹത്തോടു കൂടി നമുക്ക് ചോദിക്കാം. എല്ലാ തവണയും രാവിലെ ആദ്യം തന്നെയല്ലേ വോട്ട് ചെയ്യാറുള്ളത്? അങ്ങ് പരമാവധി ആദ്യം വോട്ട് ചെയ്യാറുണ്ട്. ഇത്തവണ എങ്ങനെയാണ് ഇലക്ഷനെ കാണുന്നത്? നല്ല കാലാവസ്ഥ, അനുകൂലമായ അന്തരീക്ഷം. തീർച്ചയായും എല്ലാ തവണയും പരമാവധി രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അദ്ദേഹം. ഇന്നും രാവിലെ എത്തിയിട്ടുണ്ട്. ഈ 51 നമ്പർ ബൂത്തിലെ ആദ്യ വോട്ടറായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. തുടർന്ന് അപ്പുറത്ത് മറ്റ് ബൂത്തുകളുമുണ്ട്. 3 ബൂത്തുകൾ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലുണ്ട്. എന്തായാലും വോട്ടർമാരെല്ലാം ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ പേർ ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 51 നമ്പർ ബൂത്തിന് മുന്നിൽ ക്യൂ ആയിട്ടുണ്ട്. അകത്ത് ബൂത്ത് ഏജൻറ്റുമാരും പോളിംഗ് ഏജൻറ്റുമാരും പോളിംഗ് ഉദ്യോഗസ്ഥരും എല്ലാം തയ്യാറായി കഴിഞ്ഞു. മോക്ക് പോളിംഗ് ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൃത്യസമയത്ത് തന്നെ പോളിംഗ് ഇവിടുത്തെ എല്ലാ ബൂത്തുകളിലും 4 ബൂത്തുകളിലും ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോളിംഗ് ഉദ്യോഗസ്ഥരും നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ വോട്ടർമാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആളുകൾ വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഇനിയും ഇതാ കേരളവർമ്മ കോളേജിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി പേരാണ് എത്തുന്നത്. എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ചൂട് ഉള്ളതുകൊണ്ട് തന്നെ, ചൂടിൻ്റെ കാലാവസ്ഥയായതുകൊണ്ട് തന്നെ, ചൂട് കൂടുതൽ വെയിലാകുന്നതിന് മുൻപ് പരമാവധി രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. രാവിലെ വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം മാത്രമല്ല, കൂടുതൽ ചൂട് വരുന്നതിന് മുൻപ് തന്നെ വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇത് തന്നെയാണ് വോട്ടർമാർ നമ്മളോട് പങ്കുവച്ചതും അവരുടെ അഭിപ്രായം. ഇനിയും കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരായി ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ നിമിഷങ്ങൾ കഴിയുന്നതോറും തിരക്ക് കൂടി വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനു.